ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ പെർഫെക്റ്റ്, അതായത് പാസ്റ്റ് എങ്ങനെ നമുക്ക് പറയാം എന്നാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും നാൾ നമ്മളൊരു സാധാ പ്രസൻറ്റ് സെൻറ്റൻസ് എങ്ങനെ എഴുതും, അതിലെങ്ങനെ നമ്മൾ ഗ്രാമേഴ്സ്, അതായത് വെർബുകൾ ആഡ് ചെയ്യും, പ്രിപ്പോസിഷൻ ആഡ് ചെയ്യും, അതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം പാസ്റ്റിനെ നമ്മൾ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം we used to speak about the action completed in the past. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പറയുമ്പോഴാണ് നമ്മളെപ്പോഴും ഇപ്പോൾ സ്പീക്കിങ്ങിനൊക്കെ നമ്മളെപ്പോഴും പാസ്റ്റ് ടെൻസ് അല്ലേ പറയുക, അപ്പോൾ പാസ്റ്റിലാണ് പറയുന്നത്. അപ്പോൾ മൊമെൻ്റ് ഉള്ളതിന് നമ്മൾ സൈൻ വെർബാണ് ആഡ് ചെയ്യത്തുള്ളൂ. മൊമെൻ്റ് ഉള്ള സെൻറ്റൻസിന് നമ്മൾ സൈൻ വെർബ് ആഡ് ചെയ്യും. മൊമെൻ്റ് ഇല്ലാത്ത സെൻറ്റൻസിന് നമ്മൾ ഹാബനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ പറയാൻ കാരണം, ഹാബ് ആൻഡ് സൈൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പിംഗ് വെർബ് നമുക്ക് ഈ സെൻറ്റൻസ് പെർഫെക്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ആഡ് ആക്കേണ്ടതുണ്ട്. അതായത് ഹാബൻ ഓർ സൈൻ എന്ന് വരും. ഈ രണ്ട് വെർബിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വെർബ്, ഒബ്ജക്റ്റ്, പാർട്ടിസിപ്പ് സോയി. ഓക്കെ, പാർട്ടിസിപ്പ് സോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ മെയിനായിട്ട് വരുന്ന വെർബിനെ നമ്മൾ പാർട്ടിസിപ്പ് സോയി ആയിട്ട് ആമൻ്റെ കൊണ്ട് എഴുതും. ഓക്കെ, മെയിനായിട്ടുള്ള വെർബിനെയാണ് നമ്മൾ പാർട്ടിസിപ്പ് സോയി എന്ന് പറയുന്നത്. അതാണ് വരുന്നത്. ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ഹാബൻ ഓർ സൈൻ, അതായിരിക്കും ഹെൽപ്പിംഗ് വെർബ്. ഓരോ സെൻറ്റൻസ് അനുസരിച്ചായിരിക്കും ഹാബൻ ആണോ സൈൻ ആണോ നോക്കിയായിരിക്കും നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. ഇനി വേ ഫ്രാഗ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേ ഫ്രാഗ്, ഹെൽപ്പിംഗ് വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പാർട്ടിസിപ്പ് സോയി. ഇനിയിപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. വൺ ബീസ്റ്റ് ദു നാക് പെർലിംഗ് ഗഫാറൻ. ഓക്കെ, ഇവിടെ ഇതൊരു വേഫ്രാഗെ ക്വസ്റ്റ്യൻ ആണ്. വേഫ്രാഗയാണ് വൺ എന്ന് വന്നിരിക്കുന്നു. ബിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർബ് സൈനും അതിൻ്റെ കോഞ്ചുഗേഷനാണ് ദു എന്ന ഫോമിലെ കോഞ്ചുഗേഷനാണ് ബിസ്റ്റ്. അപ്പോൾ ബിസ്റ്റ് ദു എന്ന് വന്നിട്ട് എന്താണ്, നാക് പെർലിംഗ് ഗഫാറൻ. ഗഫാറൻ എന്നുള്ളത് എന്താണ്, പാർട്ടിസിപ്പ് സോയി. ഫാറൻ എന്നുള്ളതിൻ്റെ പാർട്ടിസിപ്പ് സോയി ആണ് ഗഫാറൻ. ഓക്കെ, ആമൻ്റെയിൽ വന്നിരിക്കുന്നു. വൺ ബിസ്റ്റ് ദു നാക് ബെർലിൻ ഗഫാറൻ എന്നാണ് ബെർലിനിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ പറയും ഇഷ് ബിൻ ഗസ്തു നാക് ബെർലിൻ ഗഫാറൻ. അതിൻ്റെ ആൻസറാണ്. അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചറാണ് സബ്ജക്റ്റ്, ഇവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് വന്നിരിക്കുന്ന സൈനാണ്, അതിൻ്റെ സൈൻ്റെ കോഞ്ചുഗേഷനാണ് ഇഷ് അനുസരിച്ച് ബിൻ എന്നാണ് കോഞ്ചുഗേഷൻ വന്നിരിക്കുന്നത്. പിന്നെ നാക് ബെർലിൻ ഗഫാറൻ. ഓക്കെ, അടുത്തത് ഒരു യാവോ നൈൻ ഫ്രാഗ് എങ്ങനെയാണ്, ഹാസ്റ്റ് ടു ദി ഹൗസ് ഓഫ് കാപ്പെ ഗമാക്ട്. ഹൗസ് ഓഫ് കാപ്പെ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് നീ ചെയ്തായിരുന്നോ? അപ്പം നമ്മൾ പറയും യാ ഇഷ് ഹാബെ ഹൗസ് ഓഫ് കാബെ ഗമാക്ട്, ഞാൻ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. സാധാ ഒരു പ്രസൻറ്റ് സെൻറ്റൻസ് ആണ് ഇഷ് ലേർനെ ഡോയിഷ്. അതിനെ നമ്മൾ പാസ്റ്റിൽ പറയുമ്പം ഇഷ് ഹാബെ തോയിഷ് ഗലേൺഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെർഫെക്റ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സെക്കൻഡ് പൊസിഷനിലായിരിക്കും എപ്പോഴും ഹെൽപ്പിംഗ് വെർബ് വരുന്നത്. ഓക്കെ, സെൻറ്റൻസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇല്ലാത്തതാണോ എന്ന് നോക്കി വേണം നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ആഡ് ചെയ്യാൻ. ഓക്കെ, അടുത്തതാണ് സെൻറ്റൻസിലെ മെയിൻ വെർബാണ് നമ്മൾ പാർട്ടിസിപ്പ് സോയി ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ആ പാർട്ടിസിപ്പ് സോയി എപ്പോഴും ആമൻ്റെയിലാണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് പെർഫെക്റ്റ് സെൻറ്റൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഹെൽപ്പിംഗ് വെർബ്, ഹാബൻ്റെ കീഴിൽ വരുന്ന ഹെൽപ്പിംഗ് വെർബും അതിൻ്റെ പാർട്ടിസിപ്പ് സോയിയാണ് കൊടുത്തിരിക്കുന്നത്. മാഹൻ ഗമാക്ട്, കൊഹൻ ഗഖൊക്ട്, ലേർണൻ ഗലേൺഡ്, യൂബൻ ഗയൂക്ട്. യൂബൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് എന്നാണ് വരുന്നത്. ആർബൈറ്റൻ ഗാർബൈറ്ററ്റ്, ഹ്യോറൻ ഗഹ്യോട്ട്. അടുത്തത് ഷ്രൈബൻ ഗഷ്രീബൻ. ഇവിടെ വ്യത്യാസമുണ്ട്. ഐ ഷ്രൈബൻ എന്നുള്ളത് ഇവിടെ ഗഷ്രീബൻ എന്നാവും. ബെക്കൊമ്മൻ തന്നെ. എസൻ ഗഗേസൻ. ഹെൽഫൻ ഹൊൾഫൻ ആവും.
O ആവും. geholfen, treffen, getroffen, antworten, geantwortet, finden, gefunden. ഓക്കെ, അപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഹാബനിൽ വരുന്ന ഏതൊക്കെ ഹെൽപ്പിംഗ് വെർബാണോ അതിൻ്റെ പാർട്ടിസിപ്സയും ഒക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ സൈൻ്റെ വെർബാണ് അടുത്തത്. ഗേയൻ, ഗഗാങ്കൻ, ഫാറൻ, ഗഫാറൻ, ലൗഫൻ, ഗലൗഫൻ, കൊമ്മൻ, ഗക്കൊമ്മൻ, ഫ്ലീഗൻ, ഫോൾഗൻ, റൈസൻ, gereist, werden, geworden, aufsteigen, aufsteigen, aufgestanden to wake up. ഓക്കെ, ഇതാണ് മീനിങ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ സൈനും ഹാബിലും വരുന്ന ഹെൽപ്പിംഗ് വെർബിൻ്റെ പാർട്ടിസിപ്സയും ഏതൊക്കെയാണെന്ന് അറിയുക. അപ്പം ഇത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് മെയിനായിട്ടുള്ള വെർബുകളാണ് ഇവിടെ ഞാൻ പറഞ്ഞേക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറേ വെർബ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ പറയുക, അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ സൈനിലും ഹാബനിലും വരുന്ന ഹെൽപ്പിംഗ് വെർബുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പാർട്ടിസിപ്സയും മനസ്സിലാക്കുക. എളുപ്പമായിട്ട് നമുക്ക് പെർഫെക്റ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചൂസ്.